നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരാണെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നരേന്ദ്രമോദി ഇന്ത്യയെ പിന്നോട്ട് വലിക്കുകയാണെന്നും കാനം രാജേന്ദ്രൻ. ഭക്തിയുടെ നിറവിൽ വിശ്വാസികൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചു. നാടെങ്ങും ശോഭായാത്രകൾ. ബോവിക്കാനത്തെ അമ്പാടിയാക്കി കണ്ണന്മാർ. കാവിയിൽ കുളിച്ച് നാട്. കുഞ്ഞുമാവിന്റെ അടിയിൽ അവർ വീണ്ടും സംഗമിച്ചു. ഒരു വട്ടം കൂടി ഓർമ്മകളിൽ സുഗന്ധം പെയ്തിറങ്ങി. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരിക്കാൻ ഗൂഢനീക്കങ്ങൾ നടക്കുകയാണെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും MB രാജേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരാണെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. AITUC ജില്ലാ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞവർ രാജ്യത്തെ ദുരിതത്തിന്റെ ദിനങ്ങളിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഈ രാജ്യത്തെ ജനങ്ങൾ, ദരിദ്ര ജനവിഭാഗങ്ങൾ, തൊഴിലെടുക്കുന്നവർ, ചെറുതും വലുതുമായ തൊഴിൽശാലകളിൽ പ്രവർത്തിക്കുന്നവർ, ഇവരെല്ലാം ആ കമ്പോളത്തിൻ്റെ ദയാദാക്ഷിണ്യത്തിന് ഇരയാകുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ നവലിബറൽ നയങ്ങൾക്കെതിരായ പോരാട്ടം, ആ നയങ്ങളെ ചെറുക്കാനുള്ള ശക്തി, അത് വളർത്താൻ കൊണ്ടുവരാൻ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ചുമതലയുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് AITUC. ഈ പുതിയ കാലഘട്ടത്തിൽ വർഗസമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ സാമ്പത്തിക മേഖലയെ കണ്ടുകൊണ്ട് നമ്മുടെ വർഗ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളുടെയും നെടുനായകത്വം വഹിക്കാൻ AITUC പോലെയുള്ള തൊഴിലാളി സംഘടനകൾക്ക് കഴിയണം. KV കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BV രാജൻ, ബിജു ഉണ്ണിത്താൻ, T കൃഷ്ണൻ, E ചന്ദ്രശേഖരൻ MLA, J ഉദയഭാനു, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KC ജയബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ശോഭായാത്രകൾ രാജവീഥികളെ പുളകമണിയിച്ചു. 14 ലോകങ്ങളുടെയും അധിപനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. പ്രപഞ്ചത്തിലെ തിന്മകളെ ഉന്മൂലനം ചെയ്യുവാനും നന്മകളെ ഉയർത്തിക്കൊണ്ടുവരുവാനും വേണ്ടിയാണ് മഹാവിഷ്ണു ദ്വാപരയുഗത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനായി അവതരിച്ചത്. മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. നന്മയും തിന്മയും ഏറ്റുമുട്ടിയ മഹാഭാരത യുദ്ധത്തിൽ നന്മയുടെ പക്ഷത്തെ തേരാളിയായിരുന്നു ശ്രീകൃഷ്ണൻ. ലോക നന്മയ്ക്കായി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനും ശിഷ്ടന്മാരെ രക്ഷിക്കുന്നതിനും വേണ്ടി ഓരോ യുഗത്തിലും നാം അവതരിക്കുമെന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മഹത് വചനങ്ങൾ ഉൾക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിക്കുന്നു. ജില്ലയിലും ജന്മാഷ്ടമി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ശോഭയാത്രകൾ ജില്ലയിലെ രാജവീഥികളെ പുളകമണിയിച്ചു. Krishna, Krishna, Govardhan Giridhar
ഇടങ്ങളിൽ നടന്ന ശോഭയാത്രകളിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. പുഞ്ചിരി വിടർത്തി അമ്പാടി കണ്ണന്മാർ. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ചുള്ള ശോഭായാത്രകൾ ആത്മീയാനുഭൂതി വിളിച്ചോതി. ബോവിക്കാനം മധുരാപുരി കാവിയിൽ കുളിച്ചു നിന്നു. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നാടെങ്ങും അരങ്ങേറിയത്. മുളിയാർ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോവിക്കാനത്ത് നടന്ന ജന്മാഷ്ടമി ആഘോഷം വേറിട്ട അനുഭൂതിയായി. രാവിലെ തന്നെ ശ്രീകൃഷ്ണ ഭക്തിഗാനത്തോടെ ബോവിക്കാനം ടൗൺ മുഖരിതമായിരുന്നു. കാവിയിൽ കുളിച്ചു നിന്ന നഗരിയിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. തുടർന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശികല ടീച്ചർ ആത്മീയ പ്രഭാഷണം നടത്തി. നാടും നഗരവും അമ്പാടിയാണ്. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും യശോദമാരും നന്ദഗോപന്മാരും കുചേലന്മാരും അങ്ങനെ മധുരാപുരിയും അമ്പാടിയുമെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വീണ്ടും ഒരിക്കൽ കൂടി അവതരിച്ച പോലെ വീണ്ടും ഒരിക്കൽ കൂടി ആ നാടകങ്ങളൊക്കെ നടക്കുന്നത് പോലെ ഇന്ന് നാടും നഗരവും പൂർണ്ണമായും അമ്പാടിയായി മാറുകയാണ്. 40-ാം ആണ്ടിലേക്ക് എടുക്കുന്ന 40-ാം വാർഷിക 4 പതിറ്റാണ്ടിന്റെ നീണ്ട പ്രവർത്തനം പൂർത്തിയാക്കുന്ന ബാലഗോകുലം എന്ന പ്രസ്ഥാനം ഹൈന്ദവ സമാജത്തിന്റെ ഊടും പാവും നെയ്യാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് വിളംബരം ചെയ്യുന്നത് കൂടിയാണ് ഇന്ന് നടക്കുന്ന ഈ ആഘോഷ പരിപാടികളൊക്കെ. കേരളത്തിൽ ബാലഗോകുലത്തിന്റെ ആവശ്യകതയുണ്ട് എന്ന് കണ്ടെത്തിയ ഹൈന്ദവ സംഘടനകൾ വ്യക്തമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ബാലഗോകുലം എന്ന പ്രസ്ഥാനം തുടങ്ങിയത്. അപ്പോഴേക്കും ശോഭായാത്രയുടെ സമയമായി. 3 ബാലഗോകുലങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ ബോവിക്കാനം ടൗണിൽ സംഗമിച്ചു. നിശ്ചല ദൃശ്യങ്ങളും മുത്തുക്കുട ഏന്തിയ സ്ത്രീകളും ശോഭായാത്രയ്ക്ക് പൊലിമ പകർന്നു. കുട്ടികളുടെ കൃഷ്ണൻ രാധാവേഷങ്ങളും മനോഹരമായിരുന്നു. പടക്കങ്ങൾ പൊട്ടിച്ചും ആത്മീയ ശ്ലോകങ്ങൾ ചൊല്ലിയുമാണ് ശോഭായാത്രയെ ഭക്തജനങ്ങൾ വരവേറ്റത്. ഏറെ നേരം നഗരത്തിന് വിസ്മയ കാഴ്ചയൊരുക്കിയ ശോഭായാത്രകൾ മല്ലം ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിലേക്ക് നീങ്ങുമ്പോൾ മണ്ണും മനസ്സും കാവിയിൽ കുളിച്ച് അമ്പാടി കണ്ണിൽ ലയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം. സ്നേഹത്തിന്റെ ആ തണലിൽ അവർ വീണ്ടും ഒത്തുകൂടി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ 1975 മുതൽ 85 വരെയുള്ള ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഒരു വട്ടം കൂടി ഗവൺമെന്റ് കോളേജിൽ സംഗമിച്ചത്. ഗവൺമെന്റ് കോളേജിലെ 1975-85 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും ജീവിച്ചു തീർത്ത ആ മുറ്റത്ത് വീണ്ടും ഒത്തുകൂടിയത്. കാലം ഒരുപാട് കഴിഞ്ഞു, ലോകം ഒത്തിരി മാറി. എന്നിട്ടും മാറാത്ത സ്നേഹവുമായാണ് അവർ വീണ്ടും എത്തിയത്. ക്ലാസ്മേറ്റ്സ് സിനിമയിലെ കൂടിച്ചേരൽ പോലെ വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയപ്പോൾ അവർക്ക് 1000 കഥകൾ പറയാനുണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ മസാലദോശ തിന്നതും സമരം നയിച്ച് ഒച്ചവെച്ചതും പരസ്പരം പാരവെച്ചതും പാരടി പാടിയതുമെല്ലാം അവർ ഓർത്തെടുത്തു. കാലങ്ങൾ കറങ്ങിത്തിരിഞ്ഞു വരുമ്പോഴേക്ക് പലരും പല ദിക്കിലും എത്തിപ്പെട്ടിരുന്നു. പലർക്കും രൂപഭാവങ്ങൾ പോലും മാറിയിരുന്നു. എന്നാൽ ആദ്യ കാഴ്ചയിൽ തന്നെ ഓരോരുത്തരും അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ തിരിച്ചറിഞ്ഞു. ഒരു വട്ടം കൂടി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 400ഓളം പേരാണ് പങ്കെടുത്തത്. കോളേജിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
വട്ടം കൂടി എന്ന കൂട്ടായ്മയുടെ വെബ്സൈറ്റ് കേരള സാങ്കേതിക സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുറഹ്മാൻ പൈക്കിയും അംഗങ്ങളെക്കുറിച്ചുള്ള ഡയറക്ടറിയുടെ പ്രകാശനം മംഗലാപുരം PA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഡയറക്ടർ KM അനീഫയും നിർവഹിച്ചു. പഴയകാല ഓർമ്മകളൊക്കെ കടന്നു വരികയാണ്. ഈ ഓരോ ചുവരുകൾക്കും ഒരുപാട് കഥ പറയാനുണ്ടാവും. അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയവും എല്ലാം ഇങ്ങനെ ഓർമ്മകളിലേക്ക് കടന്നു വരികയാണ്. എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ, നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കവി ഇക്ബാൽ കുറിച്ചിട്ട 2 വരികളാണ്. യതോലത്ത് ബിലേലോ യശഹറത്ത് ബിലേലോ ഫലേ ചീനലോ മുജ്സ മേരി ജവാനി മഗർ മുജ്കോ ലോട്ടാ തബച്പൻ കസാവൻ. എൻ്റെ എല്ലാം നിങ്ങൾ തിരിച്ചെടുത്തുകൊള്ളൂ, എൻ്റെ സൗന്ദര്യം നിങ്ങൾ തുറന്നെടുത്തുകൊള്ളൂ, എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും എല്ലാം നിങ്ങൾ തിരിച്ചെടുത്തുകൊള്ളൂ. പക്ഷെ എനിക്ക് തിരിച്ചു തരുമോ? എൻ്റെ കുഞ്ഞുനാളിലെ ബാല്യകാലം, ഞാൻ എൻ്റെ കളിത്തോടി ഉണ്ടാക്കി കളിച്ചിരുന്ന ആ കാലം നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമോ? കോളേജിൽ ഒരുക്കിയ ഭീമൻ പൂക്കളവും ഏറെ മനോഹരമായിരുന്നു. ബപ്പിടി മുഹമ്മദ് കുഞ്ഞി, AK ജെയിംസ്, സണ്ണി ജോസഫ്, KM അനീഫ്, NA സുലൈമാൻ, R ഗിരിധർ, നാരായണൻ കാഞ്ഞങ്ങാട്, പ്രഭാകരൻ ചാലിങ്ങാൽ, ദിവാകരൻ വിഷ്ണുമംഗലം, മൂസാബി ചെർക്കള, LA ഇക്ബാൽ, സന്ധ്യ, സുരേഷ് കുമാർ തിരുവനന്തപുരം, സീമന്തിനി, ഷുക്കൂർ കോളിക്കര തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നാസർ ഹസൻ അൻവർ സ്വാഗതവും മൊയ്തു പെരള നന്ദിയും പറഞ്ഞു. കോഴ്സ് പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ മനസ്സ് പറഞ്ഞ അതേ വാചകമാണ് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്ന് പിരിയുമ്പോഴും അവരുടെ ഹൃദയം പറഞ്ഞത്. ഋതുക്കൾ പിന്നോട്ട് കറങ്ങി ആ ബാല്യത്തിലേക്ക് മടങ്ങിയിരുന്നെങ്കിൽ, വീണ്ടും ഇതേ കോളേജിലെ വിദ്യാർത്ഥിയായി പുനർജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP പറഞ്ഞു. വിദ്യാലയങ്ങളെ സംരക്ഷിക്കുവാൻ DYFI രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം DYFI ഏറ്റെടുക്കേണ്ടതായി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. DYFI ജില്ലാ കമ്മിറ്റിയുടെ ഭാസ്കര കുമ്പള എൻഡോമെന്റ് കാഞ്ഞങ്ങാട് സൗത്ത് GVHS നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളെ ഇതിൽ പരിഗണിക്കുന്നില്ല. കാരണം അതൊരു പ്രത്യേകമായ പരിഗണനയോ പിന്തുണയോ പ്രോത്സാഹനമോ ആവശ്യമുള്ള വിഭാഗമല്ല. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പ്രധാനമായിട്ടും പോകുന്നത് താരതമ്യേന സാമ്പത്തിക ശേഷി കൂടുതലുള്ളവരാണ്. പിന്നെ നമ്മുടെ സർക്കാർ തന്നെ വേണ്ടതിലധികം അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളെ ആവശ്യത്തിലധികം പ്രോത്സാഹിപ്പിക്കുകയും എയ്ഡഡ് സ്കൂളുകൾക്ക്, സർക്കാർ സ്കൂളുകൾക്ക്, പൊതുവിദ്യാലയങ്ങൾക്ക് മതിയായ പിന്തുണ നൽകാതിരിക്കുകയും ചെയ്യുന്ന നയമാണ് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ SSLC പരീക്ഷ ഇരുത്തി ഉന്നത വിജയം നേടിയ സർക്കാർ സ്കൂളുകളെയാണ് DYFI അനുമോദിക്കുന്നത്. DYFI ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാജമോഹനൻ അധ്യക്ഷനായി. ഭാരതീയർ സർവകലാശാലയിൽ നിന്നും MSCക്ക് 1ാം റാങ്ക് നേടിയ ശ്രുതിമോൾ പെരിയയെ ചടങ്ങിൽ അനുമോദിച്ചു. K മണികണ്ഠൻ, K രവീന്ദ്രൻ, ശിവജി വെള്ളിക്കൊത്ത്, രേവതി കുമ്പള, V സുകുമാരൻ, VV രമേശൻ, KV ദാമോദരൻ, KC പവിത്രൻ, TV ഗംഗാധരൻ, രജീഷ് വെള്ളാട്ട്, K സബീഷ് എന്നിവർ സംസാരിച്ചു. PK നിശാന്ത് സ്വാഗതവും പ്രിയേഷ് നന്ദിയും പറഞ്ഞു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വീര ഹനുമാൻ ഫ്രണ്ട്സ് സർക്കിൾ അടുക്കത്ത് ബയലിന്റെ നേതൃത്വത്തിൽ ജില്ലാതല വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. താളിപ്പടുപ്പ് മൈതാനിയിൽ നടന്ന ടൂർണമെന്റിൽ പ്രഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കാരെടുക്ക വിജയികളായി. അത്യന്തം വാശിയേറിയ ടൂർണമെന്റിൽ ജില്ലയിലെ പ്രമുഖ 11 ടീമുകൾ മാറ്റുരച്ചു. शांतिनगर तुषार मुने 2 വീണ്ടും പോയിന്റ് മാസ് മർദർക്കാർ. കലാശക്കളിയിൽ മാസ്ക് മെടുത്തെടുക്കത്തെ പരാജയപ്പെടുത്തി പ്രഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കാരെടുക്ക കിരീടം സ്വന്തമാക്കി. ടൂർണമെന്റ് വിജയകുമാർ ഷെട്ടി ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് KG ഷാൻബോഗ് സമ്മാനം വിതരണം ചെയ്തു. ഓണം ട്രോഫി അനിത R നായക്, പുരുഷോത്തമ M നായക് തുടങ്ങിയവർ സംസാരിച്ചു. നീലീശ്വരം കാലിച്ചാനടുക്കത്ത് ചന്ദനമുട്ടികൾ പിടികൂടി. പിടിയിലായത് മലയോര മേഖലയിലെ ചന്ദനക്കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്ന് പോലീസ് പറഞ്ഞു.
വേട്ടയാടിയ കാട്ടിറച്ചി സൂക്ഷിച്ചതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് വനപാലക സംഘം കാലിച്ചാനടുക്കം ഏരാളിലെ റെജി മാത്യൂസിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയത്. വ്യാപകമായ തിരച്ചിലിനിടയിലാണ് ചന്ദനമുട്ടികൾ കണ്ടെടുത്തത്. വീടിന്റെ കുളിമുറിയിൽ ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് ചന്ദനമുട്ടികൾ കണ്ടെത്തിയത്. സമീപവാസിയായ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും മുറിച്ചെടുത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ച ചന്ദനമുട്ടികളാണ് വനപാലകർ കണ്ടെത്തിയത്. മലയോര മേഖലയിലെ ചന്ദനക്കടത്ത് സംഘവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. റെജിൻ എന്ന ആളുടെ വീട്ടിൽ കുറച്ച് കാട്ടിറച്ചിയും ചന്ദനമൊക്കെ ഉണ്ടെന്ന് ഒരു രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വീട് പോയി സെർച്ച് ചെയ്തപ്പോൾ അവിടെ നിന്ന് സുമാർ 20 കിലോളം ചന്ദനത്തടികൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. റെജിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിനെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജി പ്രദീപ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ വി ശശികുമാർ, കെ മധുസൂദനൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ രാജീവ് എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. കുമ്പളയിൽ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ 5000 രൂപ കവർന്നു. കുമ്പള കുണ്ടങ്കാരിടുക്കയിലെ സദാശിവന്റെ വീട്ടിലായിരുന്നു കവർച്ച നടന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 1:30 മണിയോടെയായിരുന്നു സംഭവം. കുമ്പള പോലീസ് അന്വേഷിക്കുന്നു. നെല്ലിക്കുന്നിൽ മതസൗഹാർദ്ദ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ചൊവ്വാഴ്ച 4 മണിക്ക് നെല്ലിക്കുന്ന് AUP സ്കൂളിലാണ് പരിപാടി. BJP കാസർഗോഡ് ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ചയാണ് മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത്. മുതിർന്ന CPI പ്രവർത്തകനും കാസർഗോഡ് ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന തിരുവത്ത് T നാരായണൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 75 വയസ്സായിരുന്നു. സഞ്ജീവിനിയാണ് ഭാര്യ. കിതൂരിലെ സീതാരാമ ആൾവ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. കിതൂർ മഹാലിംഗേശ്വര മാനേജിംഗ് ട്രസ്റ്റിയും പ്രമുഖ കർഷകനുമാണ്. എഞ്ചിനീയേഴ്സ് ഡേ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരളയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. എഞ്ചിനീയർ വിശ്വേശ്വരയ്യയുടെ 154ാം ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിച്ചത്. മൈസൂർ സിറ്റി, ബാംഗ്ലൂർ സിറ്റി പോലുള്ള മഹാനഗരങ്ങളുടെ ഡിസൈനറായ വിശ്വേശ്വരയ്യയുടെ സ്മരണ പുതുക്കുന്ന ദിനം കൂടിയാണ് എഞ്ചിനീയേഴ്സ് ഡേ. അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് കേരളയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ എഞ്ചിനീയർ ജേക്കബ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. I was encouraged by a very senior engineer who told me that the audience you will be facing are used to attending conferences half their professional life. They are quite used to sitting for 1 hour or 2 years listening to speeches. So you should not have any difficulty in speaking for 45 minutes. I hope you will bear with me when I present this theme here today. Let me at the outset thank Engineer Suresh Babu for the very kind words of introduction. I would like to share some of my thoughts and experiences and some of the information I have gathered about this theme here today with you. മെക്കാനിക്കൽ ചീഫ് എഞ്ചിനീയർ EK ഇസ്മായിൽ സോവനീർ പ്രകാശനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ D വിനയൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ പാൻഡലിയോൺ വിശ്വേശ്വരയ്യ പുരസ്കാരം സമ്മാനിച്ചു. എഞ്ചിനീയർ T ദാമോദരൻ, എഞ്ചിനീയർ M മുരളീധരൻ, എഞ്ചിനീയർ ബാലകൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് എഞ്ചിനീയർ C കുഞ്ഞിരാമൻ നായർ സ്വാഗതം പറഞ്ഞു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് മുതലാളിമാരാണെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നരേന്ദ്രമോദി ഇന്ത്യയെ പിന്നോട്ട് വലിക്കുകയാണെന്നും കാനം രാജേന്ദ്രൻ. ഭക്തിയുടെ നിറവിൽ വിശ്വാസികൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചു. നാടെങ്ങും ശോഭായാത്രകൾ. ബോവിക്കാനത്തെ അമ്പാടിയാക്കി കണ്ണന്മാർ. കാവിയിൽ കുളിച്ച് നാട്. കുഞ്ഞുമാവിന്റെ അടിയിൽ അവർ വീണ്ടും സംഗമിച്ചു. ഒരു വട്ടം കൂടി ഓർമ്മകളിൽ സുഗന്ധം പെയ്തിറങ്ങി. വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യവൽക്കരിക്കാൻ ഗൂഢനീക്കങ്ങൾ നടക്കുകയാണെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്നും MB രാജേഷ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.